വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്നതായിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശ്രമകരമായ ദൗത്യം. ജീവന്റെ ഒരു തുടിപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. 148 മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട് എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. 93 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേരാണ് താമസിക്കുന്നത്. ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 206 പേരെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇവരെ ക്യാമ്പുകളിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. 1419 പേർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. കേരള ജനത ഒന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം. വിവിധ വകുപ്പുകളുടെ ജീവനക്കാർ നേതൃത്വം നൽകുന്നു. തദ്ദേശവാസികളുടെയും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സഹായഹസ്തം നീട്ടുകയാണ് കേരളത്തിന്. ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം ഉടൻ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയാൻ കഴിയാത്ത 67 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്കരിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനകളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് വയനാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ അധ്വാനവും മികച്ച ആസൂത്രണവുമുള്ള പുനരധിവാസം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും നശിച്ചതിനാൽ ബദൽ സംവിധാനം ഒരുക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനമുണ്ട്. ഫലപ്രദമായ വിനിയോഗം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ സമഗ്രമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നൃപൻ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇതുവരെയുള്ള തലങ്ങളെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ഒപ്പം തന്നെ ഇനി നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷമുള്ള പുനരധിവാസമാണ്. അത് ഏറ്റവും കൃത്യമായ രീതിയിൽ മികച്ച ആസൂത്രണത്തോടെ സർക്കാർ ഒരുക്കും. ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടെ പുനരധിവാസം ഒരുക്കാനാണ് ആലോചിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട്, നമ്മുടെ നാടിനോട് പറയുകയായിരുന്നു മുഖ്യമന്ത്രി. മനു, രക്ഷാപ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇനി നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന്, ആ ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ മനുഷ്യജീവനെ രക്ഷിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ദൗത്യം. അത് ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അത് തുടരുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പരമാവധി മരിച്ചുപോയവരുടെ മൃതദേഹം കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ആ കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ തരത്തിലെ ഉദ്യോഗസ്ഥർ ഏകദേശം 1000-ഓളം വരുന്ന രക്ഷാപ്രവർത്തകരാണ് തിരച്ചിലിന് വേണ്ടി അവിടെ തുടരുന്നത്. ഒപ്പം തന്നെ മനു സൂചിപ്പിച്ചതുപോലെ ഇനി കണ്ടെത്താനുള്ള മൃതദേഹങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ട്. 206 പേരാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷിച്ചെടുത്തവരെ ക്യാമ്പിൽ നിന്ന് മാറ്റിയത്. 1419 പേർ ഇപ്പോഴും നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. കേരള ജനത ഒന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടമാണ്. വിവിധ വകുപ്പുകൾ എല്ലാം ഏകീകരിച്ചുകൊണ്ടുള്ള നേതൃത്വമാണ് ഇതിന് വഹിക്കുന്നത്. ഒപ്പം തന്നെ ഏവരുടെയും വലിയ തരത്തിലുള്ള കേരളത്തിന് അകത്ത് നിന്നും പുറത്തു നിന്നുള്ള വലിയ തരത്തിലുള്ള സഹായം കേരളത്തെ സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം ഉടൻ തന്നെ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ ഇനിയും നടത്തും. തിരിച്ചറിയാൻ കഴിയാത്ത 67 മൃതദേഹങ്ങൾ കണ്ടെത്തി അവ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി സംസ്കരിച്ചു. സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇനി തിരിച്ചറിയാൻ കഴിയാത്ത 67 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ CMDRF ഫണ്ടിനെ സംബന്ധിച്ച് ഫലപ്രദമായ വിനിയോഗം ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം, ധനസെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കും. ഇതിന്റെ വിനിയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ വിനിയോഗത്തിന് വേണ്ടിയുള്ള സൂക്ഷ്മത പാലിക്കും. അക്കൗണ്ട് വഴിയോ നേരിട്ടോ ജനങ്ങൾക്ക് സംഭാവന നൽകാം. ഒപ്പം തന്നെ ഈ QR കോഡ് പിൻവലിക്കുകയാണ്. നേരത്തെ തന്നെ ഈ QR കോഡുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വന്നത്. CNDRFന്റെ QR കോഡ് നിരവധി ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ QR കോഡ് സർക്കാർ പിൻവലിക്കുന്നു. പകരം UPI സംവിധാനം വഴിയോ അക്കൗണ്ട് വഴിയോ സഹായം നൽകാൻ കഴിയും.
ഇതിനുവേണ്ടി പ്രത്യേക ഈ സഹായം നൽകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കാൾ സെന്ററുമായി ബന്ധപ്പെടാം. ആ കോൾ സെന്ററിന്റെ നമ്പരും പ്രത്യേക ഇമെയിൽ ID സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട ചുമതലയും നൽകിയിട്ടുണ്ട്. അതിൽ ആ നമ്പറിലേക്ക് വിളിച്ച ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട് എങ്കിൽ നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥനുമായി സഹായം നൽകുന്നവർക്ക് ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുനരധിവാസം സംബന്ധിച്ച് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതമായ സ്ഥലത്ത് പ്രത്യേക ടൗൺ നിർമ്മിക്കുക എന്നതാണ്. ആ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട സ്ഥലം കണ്ടെത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തും. അത് വിപുലമായ പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ലഭിക്കണം എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി. ഒപ്പം തന്നെ ഈ സ്കൂള് പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയുണ്ട്. ആ സ്കൂൾ വെള്ളാർമല സ്കൂള് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തഘട്ടത്തിൽ പകച്ചു നിൽക്കുകയല്ല, അത് അതിജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വലിയ തരത്തിലുള്ള സഹായ ഹസ്തവുമായി ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. വിവിധ വ്യക്തികളും ഒപ്പം തന്നെ സ്ഥാപനങ്ങളും നൽകിയ സഹായങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള സഹായങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിച്ചത്. ഇന്ന് രാഹുൽ ഗാന്ധി 100 വീട് വെച്ച് നൽകും. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ 25 വീടുകളുടെ പ്രഖ്യാപനവും കൂടി 100 വീടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം 100 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സഹായം ലഭിക്കുന്നുണ്ട്. കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. ഏതു വിധേനയും മണ്ണിനടിയിൽപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തുക തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെയും ഈ പറഞ്ഞ തിരച്ചിൽ സംഘത്തിന്റെയും ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മനു, ഒരു കാര്യം കൂടി അതിൽ വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടതെന്ന് തോന്നുന്നു. ഈ ആവർത്തിക്കപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പ്രത്യേകിച്ചും അതിതീവ്ര മഴ വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഈ അതിതീവ്ര മഴയെക്കുറിച്ച് കൃത്യമായി പലപ്പോഴും പ്രവചനങ്ങൾ ലഭ്യമാകാറില്ല. അപ്പോൾ ഈ കാലാവസ്ഥാ പ്രവചനത്തിൽ ഒരു സമഗ്രമായ മാറ്റം വേണം, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ വേണമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. നിർഭൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തെ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന സമീപകാലത്തുണ്ടാകുന്ന തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളാണ്. അത് കേരളത്തെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഇത് നേരത്തെ തന്നെ അതിതീവ്ര മഴ കേരളത്തെ തുടർച്ചയായി ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അതിതീവ്ര മഴ കാരണം വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത് മുന്നറിയിപ്പ് ആ രീതിയിൽ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ലഭ്യമാകുന്നില്ല എന്ന കാര്യം വസ്തുതയാണ്. അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പായിരുന്നാലും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആയിരുന്നാലും ഇത് സംബന്ധിച്ച മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് അനുസരിച്ചിട്ടുള്ള പുതിയ പരിപാടികളും പദ്ധതികളും അതിന്റെ ശാസ്ത്രീയമായ നടത്തിപ്പും ആവശ്യമാണ്. അതിൽ കേരളത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തെ സംബന്ധിച്ച് കോട്ടയത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് റിസർച്ച് സെന്റർ പ്രവർത്തിക്കുന്നതാണ്. കൂടുതൽ വിപുലപ്പെടുത്തുകയും കൂടുതൽ അത്യാധുനിക സംവിധാനത്തിലേക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന ശാസ്ത്രീയമായ പഠനം നടത്തുകയും ചെയ്യും. അതിൽ ആരാണ് തെറ്റ് സംഭവിക്കുന്നു എന്നുള്ളതല്ല, ശാസ്ത്രീയമായി കേന്ദ്ര സർക്കാരായിരുന്നാലും ഇക്കാര്യത്തിൽ കാലാവസ്ഥാ കേന്ദ്ര വകുപ്പായിരുന്നാലും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരുന്നാലും ഇക്കാര്യത്തിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ആവശ്യമാണ് എന്ന പ്രധാനപ്പെട്ട കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മനു, ശരി. നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കൂടി നമുക്ക് വളരെ വേഗം ആ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്കെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേരുണ്ടെന്നും 206 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട്ടിലുള്ള ആ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പലയിടത്തായിട്ട് നിസ്സഹായമായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ആ ടീം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ്
സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത്.